ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്ര ചെയ്യാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കലശമല എക്കോ ടൂറിസം കാണാനാണ് പോണത്. ഞങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ ചെറുപ്പത്തിലൊക്കെ. ഇപ്പോഴത് കലശമല എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ പേര് മുന്നേ അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. നരികളാണ് ആ നരിമട ഉണ്ടാക്കിയത് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ പണ്ട് കാലങ്ങളിൽ അവിടെ തീ കത്തുന്നതായി കണ്ടു എന്നൊക്കെ നമ്മുടെ ഉപ്പൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ. യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും ഇതിനില്ല. എന്തായാലും ഞങ്ങളത് കാണാൻ പോവാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ കേട്ടോ. എനിക്കെപ്പോഴും ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. നല്ല പച്ചപ്പും, ഏത് ഫിലിമിൽ പറയുന്ന പോലെ ഹരിതാഭയും പച്ചപ്പും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കാണാൻ കൂടുതലിഷ്ടം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴക്കുള്ള കോളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ തിരുവിലെത്തണോട് കൂടിയിട്ട് നല്ല മഴ പെയ്ത് ഞങ്ങളാകെ പെട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങനെ കയറി നിൽക്കുകയും ചെയ്ത്. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. നല്ല രസമായിട്ട് മഴയും അതിൽ കൂടെ മലകളും ഒക്കെ നിൽക്കണ കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങളവിടെ കയറി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ മഴ കാരണം ഒരു കപ്പിൾസും ആ സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇതാണ് കേട്ടോ പള്ളി എന്തൊരു സംഭവം, ക്രിസ്ത്യൻസിൻ്റെ എന്തൊരു സംഭവമാണത്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. നമ്മളാകെ സൈഡായി. കാരണം അവൾക്ക് അവിടെ പാർക്കുണ്ട്, പാർക്കിൽ പോയി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. മഴ വന്ന് ഞങ്ങളിവിടെ കയറി നിന്നപ്പോൾ ആകെ ബോറടിച്ച്. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാ. നമുക്ക് ഇങ്ങനെ ഒരു വൈബ് കാണാൻ നല്ല രസമായിരുന്നു. കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാറ് പോണതൊക്കെ അങ്ങോട്ട് തന്നെയാണ്. പക്ഷെ അവർ കാറിലായതുകൊണ്ട് അവരെങ്ങനെയാണ് പോയി. ഞങ്ങളവിടെ ഇങ്ങനെ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. മഴ മാറി ഞങ്ങൾ ഇനിയും വണ്ടിയിൽ കയറി ഇങ്ങനെ പോവുകയാണെന്നുണ്ട്. അവർക്ക് ഇവിടെ പോണ മിക്ക വണ്ടികളും ഈ കലശമല കാണാനാണ് കേട്ടോ പോണത്. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പക്ക സ്ഥലമാണ്. പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. മാമൻ്റെയും മാമിയുടെയും വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് കുറേ കാലം മുന്നേ കേട്ടോ അവിടെ. അങ്ങനെതാ ഞങ്ങൾ ടേൺ ചെയ്യുന്നതിൻ്റെ പകരം നേരെ പോയി. വഴി ഒന്ന് ചെറുതായി തെറ്റി. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ തിരിച്ചിട്ട് നേരെ അവിടെ ഒരു ബോർഡ് കാണാം. അങ്ങോട്ടുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, കലശമല എക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ബാക്കിൽ കാണാൻ നരിമട എന്ന് എഴുതിയിരിക്കണം. നരിമട എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ അത് കലശമലയിലേക്ക് മാറിയതാണ്. ഞങ്ങളിന്നും ഇപ്പോഴും നരിമട തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ നരിമട തന്നെയാണത്. അപ്പോൾ ഞങ്ങൾ എത്താനായിക്കണം, ഏകദേശം എത്താനായിക്കണം. ഇപ്പം ഞങ്ങളിങ്ങോട്ട് പോകാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് കുറേ പറയണം പിന്നെ പാർക്കിൽ പോകണം, കളിക്കണം എന്നൊക്കെ. പക്ഷേ എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു സമയമായതുകൊണ്ട് അവളായിട്ട് എങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നില്ല. ഈ ബക്രീദിൻ്റെ ലീവ് കിട്ടിയപ്പോൾ നാളെ സ്കൂൾ തുറക്കുക. അപ്പോൾ ഞങ്ങളൊന്ന് അനിയനോട് പറഞ്ഞിട്ട് ഇന്ന് അതുവരെ പോയതാണ്. അവിടെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും അതുപോലെ ഐസ്ക്രീം കോർണറും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴച്ചാറിൽ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളോട് അങ്ങോട്ട് കയറിക്കൊള്ളാനൊക്കെ പണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. 10 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ ഫീ. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല, സദങ്ങൾക്ക് അതുകൊണ്ട് ടിക്കറ്റ് ഇല്ല, ലിഹാനുവിനും ഇല്ല. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് നേരിമട കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. മുന്നേ 2 വീലേഴ്സിനൊന്നും ഫീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ അതിനും ചാർജ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. 10 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. കാറിനൊക്കെ 25 രൂപയും ബസ്സിന് 75 രൂപ തോന്നുന്നുണ്ട് ഫീസ്. ആ നടക്കണ വഴിയിലുണ്ട് ഓല മേഞ്ഞിട്ടുള്ള ഒരു പഴയ കാലത്തെ കടകളൊക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടു ഞങ്ങൾ. അവിടെ കയറി ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ
ഇല്ലാത്ത തരം ഇങ്ങനത്തൊന്നും കടകൾ ഞങ്ങളവിടെ ഒന്നും ഇല്ല. ഉള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു എൻ്റെയൊക്കെ ചെറുപ്പത്തിലത്തെ ആ ഒരു ഓർമ്മ വന്നു. ഞങ്ങളവിടുന്ന് ഉപ്പിലിട്ടതും കടലമിഠായിയും ഇതാണ് കേട്ടോ കളശമലയുടെ എൻട്രൻസ് വരുന്നത്. ഇതിൽ 3 ഗേറ്റാണുള്ളത്. പക്ഷേ സെൻട്രലത്തെ ഗേറ്റ് ഞാൻ അതുവരെ തുറന്ന് കണ്ടിട്ടില്ല. ചിലപ്പോൾ വലിയ ബസ്സൊക്കെ വരുന്ന സമയത്ത് തുറക്കാൻ എന്താണെന്നറിയില്ല. ഞാൻ അതുവരെ തുറന്ന് കണ്ടിട്ടില്ല. എല്ലാവരും കിടക്കുക ചെറിയ ഗേറ്റിൽ കൂടെയാണ്. അനിയനും ജതമോളായിട്ട് ആദ്യം കടന്നത്. ജതമോൾ പാർക്കിൽ കയറാനുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്ര സ്പീഡിൽ നടക്കുന്നത്. അനിയൻ പിന്നെ കുട്ടീനെ എടുത്ത കാരണം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ബാക്കിൽ ഇങ്ങനെ നടക്കണം. അവളിപ്പോഴും പാർക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള നടത്താണ് അവൾ. അതിനെ കുറിച്ചിട്ടാണ് ആ പറയണത് മൊത്തം. അവൾ പാർക്കിൽ പോയി കളിക്കണതിനെ കുറിച്ചിട്ടാണ് ഈ പറയണത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മെയിൻ സ്പോട്ടിൽ പോയിട്ട് നമുക്ക് പിന്നെ പാർക്കിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകണം അവളെ. അത്യാവശ്യം നടക്കാൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് മെയിൻ സ്പോട്ടിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. മുന്നൊക്കെ ബൈക്കുകളൊക്കെ നമുക്ക് അതുവരെ സ്പോട്ട് വരെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റണില്ല. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയേക്കണം. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയേക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ദൂരം ബൈക്കിൽ പോകുമായിരുന്നു. അവിടെ എത്തണ വരെ ബൈക്കിൽ പോകുമായിരുന്നു. അപ്പോൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി മാറ്റിയിരിക്കണം. ഇതാണ് അവിടുത്തെ പാർക്ക് വരുന്നത്. മോള് എപ്പോഴും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്ക് ലക്ഷ്യം വെച്ചിട്ടാണ് അവൾ വരാറ്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത്. പിന്നെ അവരുടെ കൂടെ കളിക്കാൻ വേറെയും കുറേ കുട്ടികളുണ്ടാവും. ഇവിടെ വേഗം മറ്റുള്ള കുട്ടികളായിട്ട് സെറ്റ് ആവണ കാരണം അവൾക്ക് ഒറ്റയ്ക്ക് പോയാലും അവിടെ ഇഷ്ടംപോലെ പിള്ളേർ കമ്പനിക്ക് ഉണ്ടാവും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് 2:15 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. വെയിലൊന്നും ഇല്ലല്ലോ, നല്ല മഴയല്ലേ. മഴ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ആ സമയം നോക്കിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴും നല്ല കാറ്റൊക്കെ വീശുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മഴക്കാറും നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു ആ സമയത്ത്. കൂടുതൽ കപ്പിൾസ് ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്തുണ്ടായിരുന്നു. ഇവിടെ കുറേ സ്ഥലങ്ങളിലായിട്ട് മരത്തിൻ്റെ മേലെ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയും നല്ല കാറ്റും നാടാനൊക്കെ പറ്റുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടൈം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ കുറേ ആൾക്കാർ പിന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം ഊഞ്ഞാലാടുന്നതും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റിയില്ല, ടൈം കിട്ടിയില്ല. മോനൊക്കെ ഉള്ള കാരണം ഞങ്ങളത് കണ്ടതിന് ശേഷം പിന്നെ പാർക്കിലേക്ക് വന്നിട്ട് അവളവിടെ കുറേ നേരം കളിക്കുകയും ചെയ്ത്. ഈ കളശമലയിൽ കുറേ ഫിലിംസുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ഫിലിംസുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല ക്യാമറ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് പോവാം. ഇവിടെ എപ്പോൾ വരുമ്പോഴും കസിൻസായിട്ട് ചെറുപ്പത്തിൽ വന്നിരുന്ന ഓർമ്മയാണ് വരിക ഫസ്റ്റ്. എൻട്രൻസിൻ്റെ അവിടെ അത്യാവശ്യം നടക്കാണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ. കുറേ വീഡിയോസ് ക്ലിപ്സ് ഞാൻ കട്ട് ചെയ്തിട്ട് അട്ടയിരിക്കുന്നു. വീഡിയോ നല്ല ലെങ്ത്തായി പോവാം. അതുകൊണ്ട് നമ്മൾ ഏകദേശം അവിടെ എത്താനായി. അവിടെ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടാണ്. അവിടെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ നമ്മുടെ ഗുഹയുടെ മുന്നിലായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അതിഥി തൊഴിലാളികളാണ് കേട്ടോ. പുറത്തുനിന്ന് ഇവിടെ പണി ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് അവർ. പിന്നീടാണ് മനസ്സിലായത് മലയാളീസാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. നോക്കുമ്പോൾ അവരായിരുന്നു. അവർ ലീവ് ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ചയുടെ ഞങ്ങൾ പോയത്. അപ്പോൾ ലീവൊക്കെ അല്ലേ, അവരതൊക്കെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. അവർ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളങ്ങോട്ട് കയറി. ഇതാണ് കേട്ടോ നരികൾ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ആ ഗുഹ. ഇത് കാണാനാണ് ആൾക്കാർ വരുന്നത്. നല്ല നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് കാണണം. കുറേ കാലങ്ങളായിട്ട് ഉള്ള ഒരു സംഭവമല്ലേ. ഇതാണ് ആ ഗുഹ. ഇത് മുന്നേ ഈ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിൻ്റെ മുന്നൊക്കെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള്
കുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞു കിടക്കുകയായിരുന്നു വേസ്റ്റൊക്കെ ആയിട്ട്. ഗവൺമെൻറ് ഏറ്റെടുത്തതിൻ്റെ ശേഷം നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലായിടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അവിടെ ഇടുകയാണെങ്കിൽ അതിനൊക്കെ ഫൈൻ കിട്ടും. ഇതാണ് അതിൻ്റെ മെയിൻ വ്യൂ. ഈ ഗുഹയുടെ മുന്നിൽ നിന്ന് കാണുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ. പിന്നെ ഗുഹയുടെ മേലെ കയറി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ഈ ഭാഗം ഒഴിഞ്ഞെടുക്കുന്ന കാരണം ഞങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ മേലെ കയറി ചെയ്തത്. അപ്പം ഞങ്ങൾ മേലേക്ക് കയറാണ്. മേലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഗുഹയുടെ മേലെ കയറുന്ന സമയത്ത് നമുക്ക് ഈ ഗുഹയുടെ തന്നെ ഒരു ഭാഗമാണ്, ഒരു ഹോള് കാണാം. മാമൻ്റെ കല്യാണത്തിന് രണ്ടാളും കൂടി നിന്നിട്ട് ഫോട്ടോ എടുത്തത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മേലേക്ക് നോക്കുന്ന ഒരു പോസ് ഉണ്ടായിരുന്നു ആ ആൽബത്തിൽ. കപ്പിൾസാണ് കൂടുതലായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ കാണുന്ന ഈ മരം ഉണ്ടല്ലോ, അവിടെ കയറാൻ പറ്റുന്നവർക്ക് അവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കാം. മെയിൻ സ്പോട്ടാണ് അവിടുത്തെ ഫോട്ടോ എടുക്കുന്ന മെയിൻ സ്പോട്ട്. ഇതാണ് മേലെ നിന്നിട്ട് താഴേക്കുള്ള വ്യൂ. കുറേ ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മോൻ്റെയും കുറേ ഫോട്ടോ എടുത്തു. എൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതൊക്കെ ലാസ്റ്റ് കാണിക്കാട്ടോ. അവൾ സമ്മതിക്കണമെന്നുണ്ടായിരുന്നില്ല, എന്നാലും അവളെ പിടിച്ചിരുത്തിയിട്ട് ഫോട്ടോ എടുത്തു. ഇതാണ് ആ മരം. ഇതിന് മേലെ കയറിയിട്ടൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാറുണ്ടില്ല. നല്ല ഭംഗിയാണ് ആ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങണം. നമ്മൾ വന്ന അത്ര തിരിച്ചങ്ങോട്ട് നടക്കണ്ട. മോളാണെങ്കിൽ പാർക്കിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അവൾ മുന്നേ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പോണ വഴിയിൽ ഞങ്ങൾക്ക് ഒരു ചാവി കിട്ടിയിട്ടുണ്ടായിട്ടാണ്. ഞങ്ങൾക്ക് സെക്യൂരിറ്റിനെ ഏൽപ്പിച്ച് ആരോ ചാവി അവിടെ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മോളവിടെ കുറച്ച് നടക്കും, പിന്നെ ഒന്ന് തിരിഞ്ഞ് ഞങ്ങളെ നോക്കും. അങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ നടന്ന് പോകാനുണ്ട് അവള്. പാർക്കിൽ കയറാനുള്ള ആവേശത്തിലാണ് ഗതമുള്ള ഓട്ടം. ഞങ്ങൾ മെല്ലെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ മെല്ലെ നടന്ന് പോവാണ്. അങ്ങനെ ഏകദേശം പാർക്കിലെത്താനായി. ഞങ്ങളവിടെ എത്തിയ ടൈമിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴാണ് കുട്ടികളൊക്കെ വന്ന് കയറുന്നത്. ആ സമയമാണ് ശരിക്കും ആളുകൾ വരിക. ഈ കാണുന്നതാണ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത്. പാർക്കിൻ്റെ ഉള്ളിലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. ഈ ഒരു ഷോപ്പാണ് ഈ പാർക്കിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ നമുക്ക് ഐസ്ക്രീം, പോപ്കോൺ, വെള്ളം ഒക്കെ മേടിക്കാൻ കിട്ടും. അവിടെ തന്നെയാണ് ടോയ്ലറ്റും ഉള്ളത്. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ മഴവെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടാങ്കൊക്കെ പണിതിട്ട് കാണാനുണ്ട്. ഇവിടെ സ്റ്റോർ ചെയ്യണ വെള്ളം എന്തിനാ ഉപയോഗിക്കണമെന്നൊന്നും അറിയില്ല. ഞാനതിൽ വെള്ളം കണ്ടിട്ടില്ല കേട്ടോ. വരുന്ന സമയത്ത് വെള്ളം ഇല്ലാണ്ടാവും, എന്താണെന്നറിയില്ല. ഇതാണ് പാർക്ക് വരുന്നത്. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ ഉള്ളിലത്തെ വ്യൂ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുട്ടികളായിട്ട് വരാനും ടൈം സ്പെൻഡ് ചെയ്യാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. വൃത്തി ഇവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ എടുക്കുന്നത്. പറയുമ്പോൾ ഇത് എത്രയോ ഏക്കറിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, പക്ഷെ എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റാക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഇവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അവരാണ് ഇതൊക്കെ ക്ലീനായി വെക്കുന്നത്. എക്സസൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അനിയൻ അതിൻ്റെ മേലെ കയറിയിട്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മോളൊരു ഭാഗത്ത് കളിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു, ദിവസം നല്ല രസമായിരുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങാണ്.
മഴക്കാറ് നല്ലോണം കണ്ടപ്പോൾ ഞങ്ങൾ മോനുള്ള കാരണം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ്. അത്യാവശ്യം സമയം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. മോള് നല്ല ഹാപ്പിയായി, അതാണ് കാര്യം. അവൾ പറഞ്ഞിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സോ അവൾ നല്ല ഹാപ്പിയാണ്. അവൾക്ക് ഈ ഷോപ്പ് കണ്ടപ്പോൾ വെള്ളം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കയറി ഒരു സ്പ്രൈറ്റൊക്കെ വാങ്ങി. ടിക്കറ്റിന് ചാർജ് കുറവാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഷോപ്പിലത്തെ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. സ്പ്രൈറ്റ് വാങ്ങി ദാഹത്തിന്, പിന്നൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചത്. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയമായിരുന്നു ശരിക്കും ഇങ്ങോട്ട് വരേണ്ട ടൈം. കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. കുറേ വണ്ടികൾ വരുന്നുണ്ടായിരുന്നു, വിസിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ കുറേ. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല മഴക്കാർ കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തണ വരെ മഴയൊന്നും പെയ്തില്ല. വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് മഴ പെയ്തത്. ഞങ്ങൾ പോകുമ്പോഴത്തേനും ഒരുപാട് കാറും ബൈക്കും ഞങ്ങൾ വന്നതിനെക്കാട്ടിയും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വരുന്നുണ്ടായിരുന്നു, തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് പിന്നെയും മാങ്ങ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ട് ഈ മാങ്ങ ഒക്കെ മേടിച്ച് കഴിക്കാം. കുട്ടികളായിട്ടും അല്ലാതെയും ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്തൊരു നല്ല സ്ഥലം, കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണിത്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക, വിസിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.